ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്തൊരു ചൂടാണല്ലേ! കുറച്ച് നേരം പോലും എ സി ഇടാതെയോ അല്ലെങ്കിൽ ഫാൻ ഇടാതെയോ നമുക്ക് ഇരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടല്ലേ ഈ ഒരു ഉഷ്ണകാലത്ത്. ഇന്ന് നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ എ സി വാങ്ങാൻ വേണ്ടി ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, നമ്മൾ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെറ്റീരിയലാണ്. അതായത് കോയിലും കംപ്രസറും എന്ത് മെറ്റീരിയലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടത്തെ എ സികളൊക്കെ അലൂമിനിയം കോയിലാണെങ്കിൽ ഇന്നിപ്പോൾ കോപ്പർ കണ്ടൻസറും കോപ്പർ കോയിൽസുമാണ് വളരെയധികം കമ്പനീസ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോപ്പറിൻ്റെ സുപ്പീരിയർ ഹീറ്റ് ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് തണുക്കും, അതേപോലെ തന്നെ ഫാസ്റ്ററും വളരെ എഫിഷ്യൻ്റായിട്ട് കൂളിംഗ് ചെയ്യുവാൻ ഈ കോപ്പർ കോയിൽസ് ഉള്ള എ സികൾക്ക് സാധിക്കും. ഇത് മാത്രമല്ല, ഇത് വളരെയധികം ഡ്യൂറബിലിറ്റിയും പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് കോപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിൻ്റെ ലൈഫ് സ്പാനും വളരെയധികം കൂടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അധിക എ സികളും ഈ ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ടിംഗ്, അതായത് ആൻറ്റി കൊറോഷൻ കോട്ടിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. എ സിയുടെ പുറം ദ്രവിക്കുന്നതിൽ നിന്നും ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കമ്പനീസിൻ്റെ ഉദ്ദേശം. അപ്പോൾ പല കമ്പനീസും പല പേരിലാണ് അത് വിളിക്കുന്നത്. LG ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഷ്യൻ ബ്ലാക്ക് കോട്ടിംഗ് എന്ന് പറയും. വോൾട്ടാസ് പറയും യു ബെൻഡ്, അതായത് ഉള്ളിലുള്ള യൂണിറ്റ് യു ബെൻഡ് എന്നാണ് പറയുക. അതിന് നമ്മൾ ഒരു ഗ്രീൻ കോട്ടിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. സാംസങ് ചിലപ്പോൾ അതിനൊരു വേറെ എന്തെങ്കിലും ആൻറ്റി കൊറോഷൻ കോട്ടിംഗ് എന്ന് വിളിക്കും. അപ്പം ഇതെല്ലാം സെയിം തന്നെയാണ്. ആ ഒരു ഇൻഡോർ യൂണിറ്റ്, ഈ ഒരു ഫിൻസ് കോപ്പറിൻ്റെ മുകളിൽ, ആ കോപ്പർ കോയിലിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് കെമിക്കൽ കോട്ടിങ് ചെയ്തിട്ട് ഒരു കൊറോഷനിൽ നിന്ന്, അതായത് ദ്രവിക്കുന്നതിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഗതി, ആ ഒരു കോട്ടിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർ ഫിൽറ്റേഴ്സ് ആണ്. അപ്പോൾ HD ഫിൽറ്റർ ആയിരിക്കും ഏറ്റവും അധികം കമ്പനീസ് തരുന്നതും, അതാണ് ഏറ്റവും കോമൺ. ചില കമ്പനികൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ PM 2.5 ഫിൽറ്റർ തരുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു HEPA ഫിൽറ്ററാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഫൈനായിട്ടുള്ള പൊടിപടലങ്ങൾ, പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 മൈക്രോൺ സൈസിലൊക്കെ ഉള്ള, അതായത് സ്മോക്ക് അല്ലെങ്കിൽ സ്മോക്കും ഫോഗും കൂടെ ഒന്നിച്ചുള്ള സ്മോഗ്, പിന്നെ പൊടി, ഡസ്റ്റ്, അപ്പോൾ അലർജൻസി, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ വളരെ ഹൈ പൊല്യൂഷൻ ലെവൽസ് ആണെങ്കിൽ അതൊക്കെ ട്രാപ്പ് ചെയ്ത് അബ്സോർബ് ചെയ്ത് പിടിക്കുന്ന ഈ HEPA ഫിൽറ്റർ ഉണ്ടെങ്കിൽ, അതായത് PM 2.5 ഫിൽറ്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ HD ഫിൽറ്ററിനെക്കാട്ടും കൂടുതൽ അതാണ് ഉപയോഗം ചെയ്യുക. PM 2.5 ഫിൽറ്റർ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക നിങ്ങൾ. ഇനി നമ്മൾ നോക്കേണ്ടത് AC റിമോട്ടാണ്. അപ്പോൾ AC ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ വളരെയധികം തീരെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് റിമോട്ട്. നമ്മൾ AC ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ റിമോട്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വളരെ ഒരു 12-2 മണിക്കൊക്കെ നമ്മൾ തണുപ്പ് കൂടുന്ന സമയത്തൊക്കെ, തണുപ്പ് കൂടി ഞെട്ടി എണീക്കുമ്പോഴോ അല്ലെങ്കിൽ വേർത്തിട്ട് നമ്മൾ AC തണുപ്പ് കൂട്ടാനൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ റിമോട്ട് എടുത്ത് നോക്കുന്നത്. പക്ഷെ പല റിമോട്ടുകളിലും ആ ഒരു ബാക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ടെമ്പറേച്ചറൊക്കെ മാറ്റി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ഫ്ലോ ഒക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ചില AC-കളിൽ സ്പ്ലിറ്റ് AC-യുടെ മുകളിൽ ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇതുണ്ടാവും, അല്ലേ, ഡിസ്പ്ലേ. അത് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓഫാക്കാൻ നിങ്ങളുടെ റിമോട്ടിൽ, നിങ്ങൾ വാങ്ങുന്ന റിമോട്ടിൽ AC-ക്ക് ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചില AC-കളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻഡോർ യൂണിറ്റിൻ്റെ മുകളിൽ ഡിസ്പ്ലേ കാണിക്കുന്ന ആ ഡിസ്പ്ലേ ഇതുപോലും ഉണ്ടാകാറില്ല. കുറച്ച് കൊല്ലം മുന്നത്തെ പാനസോണിക് മോഡലുകളിലൊന്നും ഈ ഡിസ്പ്ലേ തന്നെ ഉണ്ടാവാറില്ല. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും മിനിമലായിട്ട് നിങ്ങളുടെ റിമോട്ടിൽ ബാക്ക് ലൈറ്റ് എങ്കിലും ഉണ്ടാവണം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്മാർട്ട് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്മാർട്ട് ഫീച്ചേഴ്സിൻ്റെയും AI-യുടെയൊക്കെ ഒരു കാലമാണല്ലോ. പണ്ടൊക്കെ നമ്മൾ AC വാങ്ങുമ്പോൾ വൈഫൈ വെച്ചിട്ട് നമ്മൾ വോയിസ് വെച്ചിട്ട് നമ്മൾ AC-നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിവൈസസ് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് പല ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ IoT വെച്ചിട്ട് നമുക്ക് നമ്മുടെ AC-യുടെ പല ഫീച്ചേഴ്സും ഇന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. AC മാനുഫാക്ചറർ തരുന്ന സ്മാർട്ട് ഫോൺ ആപ്പ് വഴിയും അല്ലെങ്കിൽ നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റ്, ഇപ്പോൾ അലക്സ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ഹോം വഴിയോ ഒക്കെ നമുക്ക് വോയിസ് വെച്ചിട്ട് തന്നെ AC-യുടെ പല ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യും. ഓൺ ആക്കാനും ഓഫ് ആക്കാനും ടെമ്പറേച്ചർ മാറ്റാനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ
രാത്രി ഉറക്കത്തിൽ എണീച്ച് റിമോട്ടൊക്കെ തപ്പി ഉറക്കം പോകുന്നതിനേക്കാളും നല്ലത് ഈ ഒരു വോയിസ് വെച്ച് നമുക്ക് വളരെ സുഗമമായിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഇന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു AC വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ട് ഒരു സ്മാർട്ട് ഫീച്ചേഴ്സൊക്കെ ഉള്ള വൈഫൈ വെച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അലക്സ കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ഒരു AC വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ആപ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ ബ്ലൂ സ്റ്റാർ ACയുടെ ആപ്പൊക്കെ വളരെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ വളരെ ഒരു ഈവനിങ് ഒരു നൈറ്റ് നമ്മളൊരു ടൈമിൽ ഒരു AC ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഓരോ മണിക്കൂറും ഇത്ര ടെമ്പറേച്ചറിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഒരു പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ എത്തി നിൽക്കുന്ന ഒരു ഓട്ടോമേഷൻ പോലും നമുക്കിന്ന് ആപ്പിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമ്മൾ അങ്ങനെയുള്ള ഒരു AC ഒക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് കുറച്ചും കൂടെ പുഷ് ചെയ്തിട്ട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ള AC എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. ഇനി നമ്മൾ AC വാങ്ങുമ്പോൾ പിന്നെ നോക്കേണ്ട കാര്യം വാറണ്ടി ആണ്. പല കമ്പനീസും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ ചില കമ്പനീസ് പ്രൊഡക്റ്റ് വാറണ്ടി, ചിലത് PCB വാറണ്ടി, പിന്നെ കംപ്രസർ വാറണ്ടി എന്നിങ്ങനെയുള്ള ഒരു 3 ടൈപ്പ് ഓഫ് വാറണ്ടീസാണ് തരിക. പ്രൊഡക്റ്റ് വാറണ്ടി ആണെങ്കിൽ ചിലപ്പോൾ 3 ഇയേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ACയിൽ യൂണിറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതെല്ലാം കവേർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. PCB അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡിൻ്റെ വാറണ്ടി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടെയാണ് അത് കവർ ചെയ്യുന്നത്. അത് അധികവും 1 കൊല്ലമാണ് പല കമ്പനീസും തരുന്നത്. പക്ഷേ വേറെയും പല കമ്പനീസും കൂടുതൽ 3 വർഷവും അല്ലെങ്കിൽ 5 വർഷം വരെ PCB വാറണ്ടി തരുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുമെങ്കിൽ അതെന്തായാലും എടുക്കുക. പിന്നെ ഉള്ളത് കംപ്രസറാണ്. അധികം കമ്പനീസ് ഒരു 5 to 10 ഇയേഴ്സ് എന്തായാലും കംപ്രസറിന് കോംപ്രഹെൻസീവ് വാറണ്ടി തരുന്നുണ്ട്. നിങ്ങൾ AC നോക്കുമ്പോൾ ഈ ഒരു 3 വാറണ്ടീസും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വാറണ്ടി കവറേജ് തരുന്ന കമ്പനീൻ്റെത് തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടി നോക്കിയിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. പിന്നെ മെയിൻ്റനൻസ് ആണ്. അതായത് ഓട്ടോ ക്ലീനിങ് അല്ലെങ്കിൽ സെൽഫ് ക്ലീനിങ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ACൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ. ഇപ്പം വോൾട്ടാസ് ACയിൽ ഫിൽറ്റർ ക്ലീൻ ഇൻഡിക്കേറ്റർ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അതായത് ACകളിലുള്ള ഒരു മെയിൻ കാര്യമാണല്ലോ നമ്മുടെ ഫിൽറ്ററുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക, പൊടി അക്യുമുലേറ്റ് ചെയ്തിട്ട്. നമ്മളൊക്കെ വളരെയധികം കുറേ കാലം യൂസ് ചെയ്ത് അത് മറന്നു പോകും, ശ്രദ്ധിക്കാതെ വരും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ACൻ്റെ തണുപ്പൊക്കെ കുറഞ്ഞ് ആകെ എന്തെങ്കിലും വെള്ളം ലീക്കൊക്കെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സർവീസിൽ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് ഈ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ സെൽഫ് ക്ലീനിങ് ഇൻഡിക്കേറ്റർ, ഫിൽറ്റർ ക്ലീനിങ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുവാനും നല്ല കൂളിംഗ് എഫിഷ്യൻസിയിലും ACയുടെ കാലാവധി അതായത് ലൈഫും കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നുള്ളത് സെൽഫ് ക്ലീനിങ് അല്ലെങ്കിൽ ഓട്ടോ ക്ലീനിങ് എന്നുള്ളൊരു ഫീച്ചേഴ്സാണ്. അപ്പോൾ ചില ACകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൈക്കിനിലൊക്കെ പ്ലാസ്മ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ പല ACകളും നമ്മൾ കൂടുതൽ കുറേ കാലം വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റിനുള്ളിൽ മോയ്സ്ചർ അക്യുമുലേറ്റ് ചെയ്തിട്ട് വളരെയധികം പൂപ്പലും അല്ലെങ്കിൽ മോൾഡൊക്കെ വന്നിട്ട് അത് ACയുടെ ലൈഫിനെ തന്നെ ബാധിക്കും, കൊറോഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ഈ പ്ലാസ്മ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ അല്ലെങ്കിൽ അയോണിക് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ഒരു സെൽഫ് ക്ലീനിങ് ഫീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു മോയ്സ്ചറിനെയും ആ ഒരു AC പ്രവർത്തിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മോയ്സ്ചറിനെയൊക്കെ അത് ഇല്ലാതാക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ ACൻ്റെ ലൈഫിനെ കുറച്ചും കൂടെ നീട്ടുകയും നമുക്കൊരു നല്ല AC ലൈഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വല്ല ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ നമ്മൾ യൂഷ്വൽ സർവീസൊക്കെ എല്ലാ കമ്പനീസും ഒരുവിധപ്പെട്ട എല്ലാവരും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. കാരണം നമ്മളിപ്പോൾ ACയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാലും അവർ നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു AC സർവീസ് കമ്പനീനായിട്ട് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അവരവിടെ വിളിച്ച് നമ്മൾ സർവീസ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ വന്നാണ് നമുക്ക് ഗ്യാസ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ AC ക്ലീനിങ്ങോ ഒക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കൊച്ചി, ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റീസിലൊക്കെ എർബൻ കമ്പനി പോലത്തെ സ്മാർട്ട് ഫോൺ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് AC ഒക്കെ വളരെ ഈസി ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സർവീസ് ചെയ്യുന്ന സർവീസുകളൊക്കെ ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം സ്റ്റെബിലൈസറാണ്, അതായത് പ്രൊട്ടക്ഷൻ. നിങ്ങൾ ചോദിക്കുകയാണ് ACയുടെ കൂടെ സ്റ്റെബിലൈസറും വെക്കണോ എന്ന് ചോദിച്ചാൽ വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. കാരണം ഇത്ര അധികം പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടൊരു യൂണിറ്റ് വെച്ചിട്ട് ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ അത് ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ. ഇന്നിപ്പോൾ പല കമ്പനീസും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ആണെന്നാണ്. അപ്പോൾ ഒരു വൈഡർ വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ ഈ AC സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസർ ആവശ്യമില്ല എന്നുമാണ് പല കമ്പനീസും പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഔട്ട്ഡോർ യൂണിറ്റിനുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലും മറ്റേ ഓഫീസിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ACൻ്റെ ഔട്ട്ഡോർ യൂണിറ്റുകളൊക്കെ വളരെ ഉയരത്തിലാണ് ഇന്നിപ്പോൾ സ്ഥാപിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പക്ഷികളൊക്കെ, പ്രത്യേകിച്ച് പ്രാവുകൾ വന്നിട്ട് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാഷ്ടിക്കുകയാണ്.
അപ്പോൾ അതായത് ബേർഡ് ഡ്രോപ്പിംഗ്സിനെ കൊണ്ടുള്ള ശല്യം, ഈ പക്ഷികളുടെ കാഷ്ടത്തിലുള്ള ഈ ഒരു അസിഡിക് എലിമെൻറ്റ് വളരെയധികം കൂടുതലാണ്. കാറിൻ്റെ മുകളിലൊക്കെ ഇത് ആയിക്കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്യാൻ നോക്കിയ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം, എന്തുമാത്രം കൊറോസീവ് എഫക്റ്റാണ് ആ ഒരു സാധനത്തിന് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നശിച്ചു പോകും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ആ ഔട്ട്ഡോർ യൂണിറ്റ് വരുന്ന ആ വെച്ചിരിക്കുന്ന ബാൽക്കണീൻ്റെ അവിടെ എന്തായാലും ഒരു ബേർഡ് നെസ്റ്റ് സ്ഥാപിക്കുക. ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ മറ്റേ ബേർഡ് സ്പൈക്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇതൊരു പ്ലാസ്റ്റിക് സ്പൈക്കാണ്, നല്ല സാധനമാണ്. അപ്പോൾ ഇതൊരു ഡബിൾ എൻഡ് ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ പക്ഷികളൊന്നും അവിടെ വന്ന് ഇരിക്കില്ല. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇത് കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഔട്ട്ഡോർ യൂണിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലൊരു പ്രൊഡക്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് AC വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറച്ച് മോഡൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുടുംബക്കാർ ആരെങ്കിലും AC വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ AC മാത്രമല്ല കേട്ടോ, ഗാഡ്ജറ്റ്സ്, ഫോൺസ്, TV, അങ്ങനെ ഗിസ്മോസ്, എല്ലാ സംഗതികളെക്കുറിച്ചും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്, ടിപ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഗിസ്മോ.